ഹായ് എവ്രി വൺ. ഇന്ന് നമുക്കൊരു ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ടൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലി, പിന്നെ കുറച്ച് കുരുമുളകും, കുറച്ച് പെരിഞ്ചീരകവും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി കറിവേപ്പിലയൊക്കെ ഒരു ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ഇപ്പം ഇത് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ പൗഡറായിട്ടൊന്നും പൊടിക്കില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുക ചെയ്യുന്നത്. ചെറിയൊരു തരിയോട് കൂടിയുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് കടുക് പൊട്ടി വരുമ്പം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, പിന്നെ ഞാൻ ഒരു മുളക് മാത്രമേ എടുത്തുള്ളൂ, ഇവിടെ എരിവ് കുറച്ച് മതിയായത് കാരണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഈ ചിക്കൻ ഞാൻ ബോൺലെസ് ആണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ പെരട്ടിന് നല്ലത് ബോൺ ഉള്ളതായിരിക്കും. പിന്നെ പീസസ് കുറച്ചുകൂടെ ചെറുതാക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊരു 10-20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് ഒന്നുകൂടെ ഒന്ന് ആ സവാളയൊക്കെ ഒന്ന് വേവുന്നിടം വരെ ഒരു 5-10 മിനിറ്റും കൂടെ മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചിക്കൻ പെരട്ട് റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.